ഹലോ, നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോയാലോ? പിറ്റേ ദിവസം മുതൽ അപ്പു ക്ലാസ്സിൽ പോകാൻ തുടങ്ങി. നീലൻ ഓഫീസിലും പ്രണയിച്ചും സ്നേഹിച്ചു 1 മാസം വേഗത്തിൽ കടന്നുപോയി. ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞ് അപ്പു വീട്ടിലേക്ക് വരുമ്പോൾ നീലൻ വീട്ടിലുണ്ടായിരുന്നു. ഇന്ന് നേരത്തെ എത്തിയ നീല. അവൾ തോളിലൂടെ ബാഗ് താഴെ ഉരുവച്ച ശേഷം തിണ്ണമേലേക്ക് ഇരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുത്തോ? അതെന്താ ഇന്ന് ലീവ്? നമുക്കിന്ന് അമ്പലം വരെ പോയിട്ട് വരാം. ഇന്ന് വേണമെന്നില്ല, നാളെ പോരെ? പറ്റില്ല, എന്ന് വേണം. അത് പറഞ്ഞ് അവൻ അവളെ താഴെ നിന്നും പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഇപ്പം പോവാണോ? ഇപ്പം പോവണ്ട, എൻ്റെ കുട്ടി ചായയൊക്കെ കുടിച്ച് കുളിച്ച് സുന്ദരി കുട്ടിയായിട്ട് പോവാം. നീലൻ അവളുടെ തോളിലൂടെ കൈയിട്ട് അകത്തേക്ക് നടന്നു. നീലൻ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് അവൾ അമ്പലത്തിൽ പോകാൻ റെഡിയായത്. ഇതിട്ടിട്ടാണോ നീ അമ്പലത്തിൽ വരുന്നത്? അവളുടെ ജീൻസും ക്രോപ്പ് ടോപ്പും കണ്ട് നീലൻ ചോദിച്ചു. എനിക്കൊരു മൂഡില്ല നീല, ഇതൊക്കെ മതി. അത് പറഞ്ഞ ചെളിപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങി. നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ പൂർണ്ണ? അത് ചോദിക്കുമ്പോൾ നീലൻ്റെ സ്വരത്തിൽ ഗൗരവം കലർന്നിരുന്നു. പ്രശ്നമോ? എന്ത് പ്രശ്നം? എനിക്കൊരു കുഴപ്പമില്ല. അത് പറഞ്ഞവൾ മുന്നോട്ട് നടന്നു. നീലൻ പിന്നീട് അതിനെക്കുറിച്ച് ചോദിക്കാൻ പോയില്ല. കോളേജിൽ എന്തെങ്കിലും മിസ്സുമാർ വഴക്ക് പറഞ്ഞാലോ ഫ്രണ്ട്സുമായി അടിയുണ്ടാക്കിയാലോ മിണ്ടാതെയുള്ള നടപ്പ് അവൾക്ക് പതിവാണ്. നീല, എന്നോട് ദേഷ്യമുണ്ടോ? എന്തിന്? അമ്പലത്തിലേക്ക് ഈ ഡ്രസ്സ് ഇട്ട് വന്നതിന്? പിന്നെ എനിക്ക് ഭയങ്കര ദേഷ്യമുണ്ട്. നിനക്കെന്താ പെണ്ണേ, നീ ഏത് ഡ്രസ്സ് ഇടണം എന്നുള്ളത് നിൻ്റെ ഇഷ്ടമാണ്. അത് പറഞ്ഞ് അവൻ അവളുടെ കൈ പിടിച്ച് മുന്നോട്ട് നടന്നു. 10 മിനിറ്റ് ദൂരമുണ്ട് അമ്പലത്തിലേക്ക്. പോകുന്ന വഴി നീലൻ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും അപ്പോൾ വേറെ ഏതോ ലോകത്തായിരുന്നു. അത് നീലന് ശ്രദ്ധിച്ചിരുന്നു. ആലിൻ്റെ സൈഡിലായി ചെരുപ്പ് അഴിച്ചിട്ട് ഇരുവരും അകത്തേക്ക് കയറി. ചെറിയൊരു അമ്പലമായതിനാൽ തിരക്ക് വളരെ കുറവായിരുന്നു. ദേവിയാണ് അവിടുത്തെ പ്രതീക്ഷ. ഷർട്ട് അഴിച്ച അപ്പുവിനോടൊപ്പം നീലനും അകത്തേക്ക് കയറി. പുഷ്പാഞ്ജലിക്കുള്ള പേരും നാളും പറഞ്ഞ് അപ്പു കൈകൾ കൂപ്പി കണ്ണടച്ച് പ്രാർത്ഥിച്ചു. നീലനോട് തിരുമേനി കാര്യമായ എന്തോ സംസാരത്തിലാണ്. അതുകൊണ്ട് അപ്പു വലം വയ്ക്കാനായി മുന്നോട്ട് നടന്നു. നീ പ്രസാദം വാങ്ങിയിട്ട് വാ, ഞാൻ പുറത്തുണ്ടാവും. അത് പറഞ്ഞ് മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൻ പുറത്തേക്ക് പോയി. അപ്പു ഒന്നുകൂടെ പ്രാർത്ഥിച്ച ശേഷം പുഷ്പാഞ്ജലി വാങ്ങിച്ചു. എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. അത് പറഞ്ഞ തിരുമേനി നടക്കുള്ളിലേക്ക് കയറിപ്പോയി. ഇലച്ചിന്തി പൂക്കൾക്കും ചന്ദ്രങ്ങൾക്കും ഒപ്പം ഒരു കീ കൂടെ ഇരിക്കുന്നത് കണ്ട അപ്പുവിൻ്റെ മുഖത്ത് സംശയം നിറഞ്ഞു. അത് ചോദിക്കാനായി അപ്പു തിരുമേനിയെ നോക്കിയെങ്കിലും അദ്ദേഹം ഒരു പൂജയിലായിരുന്നു. അവളൊന്നും മനസ്സിലാവാതെ ക്ഷേത്രത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയതോ അമ്പലമുറ്റത്ത് താറിൽ ചാരി നിൽക്കുന്ന നീലനെ കണ്ട് അപ്പുവിൻ്റെ മുഖം അതിശയം കൊണ്ട് നിറഞ്ഞു. അവൾ ഇലച്ചിന്തുമായി മുന്നോട്ട് വന്നതും നീലൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി നിൽക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാവർക്കും നന്ദി. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ നല്ലൊരു ദിവസം നേരുന്നു. താങ്ക്